തായ്ലൻഡിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ദ്വീപുകളടങ്ങുന്ന ക്രാബി പ്രോവിൻസിന്റെ ഭാഗമായിട്ടുള്ള ഫീഫി ഐലൻഡുകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറെ കൂടി ഒരു പ്രോപ്പർ സിറ്റി ലൈഫ് കാണാൻ സാധിക്കുന്ന ഫുക്കറ്റിന്റെ കാഴ്ചകളാണ് കണ്ടതെങ്കിൽ ഇന്ന് നമ്മൾ ഫുക്കറ്റിൽ നിന്ന് ഫെറി കയറി ഫീഫി ദ്വീപുകളിലെ മെയിൻ ടൂറിസ്റ്റ് സെന്റർ ആയ കോ ഫീഫി ഡോൺ എന്ന ഐലൻഡിൽ എത്തുന്നതും അവിടെ ഒരു രാത്രി താമസിച്ച് ഒരുപാട് ഭംഗിയുള്ള ദ്വീപിന്റെ തെരുവുകളിലെ കാഴ്ചകളും പിന്നെ ഫയർ ഷോയും മറ്റുമൊക്കെ ആയിട്ട് ആഘോഷങ്ങൾ എന്നും നടക്കുന്ന അവിടുത്തെ ബീച്ച് സൈഡിലെ നൈറ്റ് ലൈഫും ഒക്കെയാണ് കാണാൻ പോകുന്നത്. ഈ ഒരു മിനി വാനാണ് നമ്മളെ ഫുക്കറ്റിലെ ഹോട്ടലിൽ നിന്ന് ഫെറി കയറാനായിട്ട് പിയറിലേക്ക് കൊണ്ടുപോകുന്നത്. 18 കിലോമീറ്റർ ആണ് പിയറിലേക്കുള്ള ദൂരം, അതായത് ഒരു 40 മിനിറ്റ് അടുത്തുള്ള യാത്ര. നമ്മൾ മാത്രമല്ല വാനിലുള്ളത്, സെയിം ഫെറി ബുക്ക് ചെയ്ത വേറെ ആളുകളെ കയറ്റാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാണ് പോകുന്നത്. നമ്മൾ പത്തോങ്ങിൽ കണ്ട ടൗൺ കാഴ്ചകളൊക്കെ മാറി കുറച്ചുകൂടി ഒരു ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ പോകുന്ന വഴിയരികെ. അങ്ങനെ അധികം വൈകാതെ തന്നെ നമ്മൾ പിയറിലെത്തി ബോട്ട് കയറി. ഇതാണ് നമ്മളെ ഫീഫിയിലേക്ക് കൊണ്ടുപോകുന്ന ബോട്ട്. കുറേ അധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് കാണാം. നമ്മുടെ ലഗേജൊക്കെ ഏറ്റവും മുമ്പിലാണ് വെച്ചിരിക്കുന്നത്. ബോട്ടിന്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ കടൽ നോക്കിയിരിക്കുമ്പോൾ ഒരു പ്രത്യേകതരം സമാധാനമാണ്. അങ്ങനെ കുറച്ചു നേരം ഉള്ളിലിരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിന്റെ പുറകിലേക്ക് ചെന്നു. അവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണുള്ളത്. കടൽക്കാറ്റൊക്കെ കൊണ്ട് കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടു കിടക്കുന്ന കടലും കണ്ട് ഇങ്ങനെ നിൽക്കുക. ഇവിടെ ഇപ്പോൾ ശരിക്കും മഴക്കാലമാണ്, പക്ഷെ എപ്പോഴും മഴയില്ല. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കുറച്ച് പെയ്യും. അതുകൊണ്ട് ശരിക്കും ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണെങ്കിലും അത്യാവശ്യം തണുപ്പൊക്കെയാണ്. ഇപ്പോൾ ആകാശമൊക്കെ മൂടി ഇരുണ്ടിരിക്കുന്നത് കണ്ടില്ലേ. നമ്മുടെ ബോട്ടിന് മുകളിലും ഒരു ഓപ്പൺ സീറ്റിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ നേരത്തെ ഇടുന്ന ലോവർ ഡെക്ക് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ എയർ കണ്ടീഷൻഡ് ആണ്. വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് മേളിൽ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. എല്ലാവരും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിരിപ്പാണ്. പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ദ്വീപുകൾ കാണാം നമുക്ക്. ഈ കാണുന്ന ദ്വീപുകളെല്ലാം അടങ്ങുന്നതാണ് ഫീഫി ഐലൻഡ്സ്. ഇതിൽ കൂടുതൽ ഐലൻഡുകളും വളരെ ചെറുതുമാണ്, താമസത്തിന് അനുയോജ്യമായ ഭൂപ്രകൃതിയുമല്ല. ആൾതാമസം ഏറ്റവും കൂടുതലുള്ളതും ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള ഹോട്ടലുകളും മറ്റുമുള്ളത് ഫീഫി ഡോൺ എന്ന പേരുള്ള ഐലൻഡിലാണ്. അവിടെയാണ് ബോട്ടുകൾ എടുക്കാനുള്ള പിയർ ഉള്ളതും. പച്ചപ്പുകൊണ്ട് മൂടി നിൽക്കുന്ന കുന്നുകളൊക്കെ ആയിട്ടുള്ള ഈ ഐലൻഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കോ ഫീഫി ഡോണിനോട് അടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ വേറെയും കുറേ അധികം ക്രൂയിസ് ബോട്ടുകളൊക്കെ കാണാൻ സാധിക്കും. പിയർ എത്താറായപ്പോൾ തന്നെ നമ്മുടെ ബോട്ടിലെ ആള് റോപ്പും മറ്റും തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ പുള്ളിക്കാരിയൊക്കെ ബാഗും കൊണ്ടുവന്ന് ഇറങ്ങാൻ റെഡിയായി നിൽപ്പാണിപ്പോൾ തന്നെ. അങ്ങനെ അധികം വൈകാതെ പിയറിലേക്ക് ബോട്ടെടുത്തു. വെള്ളത്തിൻ്റെയൊക്കെ കളർ നോക്കിയേ, നല്ല പ്രോപ്പർ അക്വ കളർ വെള്ളമാണ്. മുന്നിലുള്ള ഈ ബോട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ. ബോട്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിൽപ്പാണ്. കുറച്ച് ഫോറിൻ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് സ്നോർക്കലിങ്ങിന് പോയിട്ട് വന്നിരിക്കുന്ന ഒരു ബോട്ടാണിത്. അങ്ങനെ മുന്നിലെ ബോട്ടിൽ നിന്ന് ആളുകളെല്ലാം ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ബോട്ട് അങ്ങോട്ട് ചേർത്തിട്ടു. ഈ കാണുന്ന പരിപാടി നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ മുന്നിലെ ബോട്ട് ഒരു പാലമാകുന്ന പോലെ നമ്മുടെ ബോട്ട് അതിനോട് ചേർത്തിടും. ഇറങ്ങാനുള്ളവർക്ക് മുന്നിലുള്ള ബോട്ടിന് കുറുകെ നടന്ന് വേണം അപ്പുറത്തെത്താൻ. അങ്ങനെ ഉള്ളിൽ പോയി ഞങ്ങളും ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് നടന്നു തുടങ്ങി. നമ്മുടെ മുന്നിൽ കാണുന്നത് പോലെ ഫോറിനേഴ്സിനൊപ്പം ഒരുപാട് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ നമുക്ക് തായ്ലൻഡിൽ കാണാൻ സാധിക്കും. ട്രോളിയൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇതുപോലെ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പിടിച്ചുകൊണ്ട് പോകേണ്ടി വരും. ഒന്ന് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉരുട്ടിക്കൊണ്ടു പോകാം. ഈ കാണുന്നവരൊക്കെ നമ്മുടെ ബോട്ടിലുണ്ടായിരുന്നവരാണ്. ഇങ്ങനെ ഓരോ ദിവസവും 3500 മുതൽ 5000 ടൂറിസ്റ്റുകളാണ് ഫീഫിയിലേക്ക് വരുന്നത്. കൂടുതൽ ആളുകളും ഒരു ദിവസമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പോകാറ്. നമ്മളും ഫീഫി ഐലൻഡിൽ ഒരു നൈറ്റ് മാത്രമാണ് സ്റ്റേ ചെയ്യുന്നത്. ഫീഫിയിലേക്ക് കടൽ മാർഗം വരാനായിട്ടുള്ള ഏക പിയർ ഇതാണ്. ടോൺ സായ് ബേ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഫീഫി ഐലൻഡിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ എൻട്രി ഫീ കൊടുത്തു വേണം ഐലൻഡിലേക്ക് പ്രവേശിക്കാൻ. ഫീ കളക്ട് ചെയ്യുവാണ് മുമ്പിൽ. എൻട്രി പാസ് 20 ബാട്ട് ആണെന്നാണ് പുള്ളി ഇപ്പൊ പറഞ്ഞത്, അതായത് 50 രൂപ. ഹോട്ടലിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ഹോട്ടൽ ബുക്കിങ്ങിന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് പുള്ളി പറയുന്നത്.
അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാൻ വരുന്ന ആളെ നോക്കി ഞങ്ങളും നടന്നു തുടങ്ങി. നടക്കുന്ന വഴിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ റിസോർട്ടിന്റെ ബോർഡുകളും പിടിച്ച് ആൾക്കാർ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലത്തെ ബോട്ടുകളാണ് ടൂറിസ്റ്റുകളെ ഐലൻഡ് ടൂറിനായിട്ട് കൊണ്ടുപോകുന്നത്. നിരവധി ബോട്ടുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. വെറും 10.27 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്ന ഫീഫി ഐലൻഡ് ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ഐലൻഡായ ഫീഫി ഡോൺ ഐലൻഡിന്റെ ഏരിയ. രണ്ടാം സ്ഥാനത്തുള്ള കോ ഫീഫി ലേ എന്ന് പറയുന്ന ഐലൻഡ് വെറും 1.27 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. കൂട്ടത്തിൽ ബാക്കിയുള്ള 4 ഐലൻഡുകളും വെറും 0.2 സ്ക്വയർ കിലോമീറ്ററിന് അടിയിലാണ്. ഈ കാണുന്നത് ഒരു 7-Eleven ആണ്. ഇത്രയും ചെറിയ ഐലൻഡ് ആണെങ്കിലും ഒരു 7-Eleven നിർബന്ധമാണ്. കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും വരില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ മാപ്പ് നോക്കി ഹോട്ടലിലേക്ക് നടക്കാൻ തുടങ്ങി. വളരെ ചെറിയ ഏരിയ മാത്രമുള്ള ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഫീഫി ഐലൻഡ് മുഴുവൻ ഇതുപോലെ പേവ് ചെയ്തിരിക്കുന്ന റോഡുകളാണ്. മോട്ടോർ വാഹനങ്ങളൊന്നും ഈ റോഡുകളിൽ പെർമിറ്റഡ് അല്ല. സാധനങ്ങളും മറ്റും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ട്രോളികളാണ് ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ട്രോളികൾക്ക് ഹോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ തന്നെ ഇങ്ങനെ ഒച്ചയൊക്കെ ഇട്ടാണ് മുമ്പോട്ട് ഉന്തിക്കൊണ്ട് പോകുന്നത്. ടൂറിസ്റ്റുകളൊക്കെ നിരവധി വന്ന് ഇറങ്ങുന്നതുകൊണ്ടായിരിക്കണം നക്ടി സഹിതം ഒരുപാട് കടകളും കാണാം നമുക്കിവിടെ. 2004 സുനാമിയിൽ ഫീഫി ഐലൻഡുകളിലെ കെട്ടിടങ്ങളൊക്കെ തന്നെ മുഴുവനായിട്ട് നശിപ്പിക്കപ്പെട്ടതാണ്. അവിടുന്ന് പിന്നെയും പണിതെടുത്തതാണ് നമ്മളിപ്പോൾ കാണുന്നതൊക്കെ. ഈ കാണുന്ന മാംഗോ ഗാർഡൻ ഒരു മസ്റ്റ് വിസിറ്റ് റെസ്റ്റോറൻ്റ് ആണ് ഇവിടുത്തെ. ഒരു നൈറ്റേ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും കുറഞ്ഞത് ഒരു 3 തവണയെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ ഡെസേർട്സ് ഒക്കെ. ഇന്റർലോക്കൊക്കെ ഇട്ട ചെറിയ വഴിയാണെങ്കിലും നല്ല നീറ്റാണ് സ്ഥലങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഇങ്ങനത്തെ കൺജസ്റ്റഡ് റോഡുകളൊന്നും നമുക്ക് ഇത്രയും വൃത്തിയിലും ഭംഗിയിലും കാണാൻ സാധിക്കില്ല. വഴിയരികിൽ ഒട്ടും സ്ഥലം വിടാതെ തന്നെ ഇതുപോലെ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ നമുക്ക് കാണാം. പോകുന്ന വഴി കണ്ട ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണിത്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ഇതുപോലത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് പോയി ഒരു കട്ടിങ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന സീ ഷെൽ ഹട്ട് എത്തി. നമ്മൾ ബുക്ക് ചെയ്ത ടൈമിൽ ആകെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഹോട്ടൽ ഇത് മാത്രമായിരുന്നു. 750 രൂപ അല്ലെങ്കിൽ 300 തായ് ബാട്ടാണ് ഒരാൾക്ക് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനുള്ള റേറ്റ്. മഴയൊക്കെ പെയ്ത് ഫ്രണ്ടിൽ വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് മുന്നിലൂടെ കയറാതെ ഇതുപോലെ സൈഡ് പിടിച്ച് വേണം അകത്തേക്ക് കയറാൻ. റിസപ്ഷനിൽ ആളെ ഒന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന കോൺടാക്റ്റിൽ വിളിച്ച് നോക്കിയപ്പോഴാണ് പുള്ളി എത്തിയത്. മുകളിലാണ് റൂംസൊക്കെ. ഈ കാണുന്നതാണ് 3 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള റൂം. ഇതിൻ്റെ ഒരു പകുതി വലിപ്പമേ ഉള്ളൂ എനിക്കും അലീനയ്ക്കും കിട്ടിയ റൂം. ഞങ്ങളുടെ ബിൽഡിങ്ങിനെ തൊട്ടില്ല എന്ന് പറഞ്ഞാണ് അടുത്ത കെട്ടിടം ഇവിടെ ഉള്ളത്. അവിടെ ഇതുപോലെ അക്കോമഡേഷൻ സർവീസ് ആണ്. അങ്ങനെ ഹോട്ടലിൽ ലഗേജൊക്കെ വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ഇന്റർലോക്ക് ചെയ്ത വഴികളിലൂടെയാണ് ഇപ്പോഴും പോകുന്നത്. ഐലൻഡിന്റെ ഈ ഭാഗത്തോട്ടൊക്കെ ടൂറിസ്റ്റുകളുടെ തിരക്ക് നല്ല കുറവാണ്. വഴിയരികിൽ കണ്ട ഓർണമെന്റ്സ് ഒക്കെ വിൽക്കുന്ന ചെറിയൊരു കടയാണ്. റോഡ് സൈഡ് ഷോപ്പ് ആണെങ്കിലും നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഐറ്റംസ് ഒക്കെ നല്ല ഭംഗിയിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന പടികളൊക്കെ കയറി വേണം നമുക്ക് വ്യൂ പോയിന്റ് എത്താൻ. കുറെ ആളുകൾ ഓൾറെഡി മുകളിൽ പോയി തിരികെ വരുന്നത് നമുക്ക് കാണാം. ഇതാണ് ടോപ്പിൽ നിന്നുള്ള വ്യൂ. ഒരു സൈഡിൽ കടലും മറ്റേ സൈഡിൽ ഐലൻഡിന്റെ പച്ചപ്പിന്റെ ഇടയിൽ ഇവിടുത്തെ റിസോർട്ടുകളും മറ്റും കാണാം നമുക്ക്. വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ മൊത്തത്തിൽ ഇരുട്ട് വീണു. ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സൈഡിലെ കടകളൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വരുന്ന ടൂറിസ്റ്റുകൾക്കായിട്ട് റെഡിയാണ്. സ്ട്രീറ്റിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും. കടകളൊന്നും തന്നെ അടച്ചിട്ടുമില്ല. വർഷത്തിൽ കൂടുതലും പകൽ സമയങ്ങളിൽ നല്ല വെയിലുള്ളത് കാരണം ടൂറിസ്റ്റുകൾ സാധാരണ രാത്രിയായി കഴിഞ്ഞായിരിക്കും ഷോപ്പിങ്ങിനും മറ്റുമൊക്കെ ഇറങ്ങുന്നത്. ഉടുപ്പുകളും ബാഗുകളും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് വഴിയരികിൽ. അങ്ങനെ നടന്ന് ഞങ്ങൾ അവസാനം ബീച്ചെത്തി. ബീച്ച് സൈഡിലുള്ള റെസ്റ്റോറൻറ്റുകളുടെ വാതിക്ക് എപ്പോഴും ഇങ്ങനെ ഫയർ ഷോ ഉണ്ടാവും. റെസ്റ്റോറൻറ്റിലെ കസ്റ്റമേഴ്സാണ് ഈ കസേരകളിലൊക്കെ ഇരിക്കുന്നത്. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ മെനു ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്തും ആളുകൾ വരും. ഞങ്ങൾ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്നത് കാരണം തൽക്കാലം കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാൻ തീരുമാനിച്ചു.
കുറച്ചുകൂടെ മുൻപിലുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഷോ ആണിത്. ഇങ്ങനെ കുറേ അധികം റെസ്റ്റോറൻറ്റുകളുണ്ട് കടൽ തീരത്തായിട്ട്. വെള്ളത്തിലൊരു സ്റ്റൂൾ ഇട്ട് അതിന് മുകളിൽ കയറി കയറിൻ്റെ അറ്റത്ത് തീപ്പന്തമൊക്കെ ആയിട്ട് ഒരാളുണ്ട് അവിടെ. ഇങ്ങനെ ഒരേ സമയം തന്നെ 2-3 ആളുകളെ കാണാൻ സാധിക്കും നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഫോർമേഷനൊക്കെ ഉണ്ടാക്കുന്നത് കാണാം. വെറുതെ ബീച്ച് കാണാൻ വന്ന് ഞങ്ങൾ അങ്ങനെ തിരിച്ച് സ്റ്റേയിലേക്ക് പോകുന്നതിന് മുമ്പേ കുറേ അധികം നേരം കടൽക്കാറ്റും കൊണ്ട് പാട്ടൊക്കെ കേട്ട് ഫയർ ഡാൻസ് ഒക്കെ കണ്ടങ്ങ് നിന്നു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ക്രാബി ഐലൻഡ് ആണ്. ഫീഫിയിൽ നിന്ന് തന്നെ നമ്മൾ ക്രാബിയിലേക്കുള്ള ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. 120 തായ് ബാട്ട് അല്ലെങ്കിൽ 300 രൂപയാണ് ടിക്കറ്റ് റേറ്റ് ആയത്. ഇവിടുത്തെ കടൽ വെള്ളം എന്ത് ക്ലിയർ ആണെന്ന് നോക്കിയേ. ചെറിയ ഏതോ മീനിൻ്റെ ഒരു വലിയ കൂട്ടം തന്നെ നല്ല ക്ലിയർ ആയി കാണാം നമുക്ക് ഇവിടെ നോക്കിയാൽ. ഒരു പ്രോപ്പർ ബീച്ച് വെക്കേഷൻ മൂഡിലേക്ക് ഞങ്ങൾ എല്ലാവരെയും കൊണ്ടെത്തിച്ചത് ഫീഫി ഐലൻഡിലെ കാഴ്ചകളാണ്. ദേ കാണുന്ന ബോട്ടിലാണ് നമ്മൾ ക്രാബിയിലേക്ക് പോകുന്നത്. ഫീഫിയിലെ ഓർമ്മകളൊക്കെ ആയിട്ട് ഞങ്ങൾ മെല്ലെ ബോട്ടിനടുത്തേക്ക് നീങ്ങി തുടങ്ങി. വലിപ്പം കൊണ്ടും കാഴ്ചകൾ കൊണ്ടും ഫീഫിനെക്കാളും വ്യത്യസ്തമാണ് നമ്മൾ കാണാൻ പോകുന്ന ക്രാബി ഐലൻഡ്. നമ്മുടെ എൻറ്റയർ തായ്ലൻഡ് ട്രിപ്പിലെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നതും ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ ഉണ്ടായിരുന്നതും നമ്മളിപ്പോൾ പോകുന്ന ക്രാബി ഐലൻഡിൽ നിന്ന് തുടങ്ങിയ 7 ഐലൻഡ് ടൂറാണ്. ക്രാബിയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.